അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഒരു ആദർശ സമൂഹം ഒരു ദേശ രാഷ്ട്ര അതിർത്തിക്കകത്ത് ഗതികെട്ട് ജീവിക്കുന്ന അവസ്ഥയുടെ വ്യത്യസ്ത രംഗങ്ങളെ, സന്ദർഭങ്ങളെ വരച്ചിടുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ പേജുകളിലൂടെ, വചനങ്ങളിലൂടെ ആ സമുദായം അനുഭവിക്കുന്ന പീഡന പർവ്വങ്ങളുടെ ചില ചിന്തുകളാണ് ഖുർആൻ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. ഒപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങളെക്കുറിച്ചും അതിനോട് ചേർത്ത് വെച്ച് അല്ലാഹു പറയുന്നുണ്ട്. ആ ഉദാഹരണങ്ങൾ ചിലത് പരിശോധിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ വസ്തുത നേരെ ചുവേ ബോധ്യമാകും. ഉദാഹരണമായി സൂറ അൽ അംഫാലിലെ 26-ാം വചനം, വദ്കുറൂ ഇത് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദ്. നിങ്ങൾ നിങ്ങളുടെ പഴയ കാലം ഓർക്കുക. നിങ്ങൾ മണ്ണിൽ ദുർബലരായിരുന്നു, ഖലീൽ ന്യൂനപക്ഷവുമായിരുന്നു. നിങ്ങൾ ദുർബലരും ന്യൂനപക്ഷവുമായി ജീവിച്ച ഒരു കാലം. തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്. എതിരാളികൾ നിങ്ങളെ റാഞ്ചിക്കളയും. പക്ഷിക്കുഞ്ഞുങ്ങളെ പരുന്ത് റാഞ്ചിയെടുക്കുന്നത് പോലെ നിങ്ങളെ റാഞ്ചിക്കളയുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലം. ഫആവാക്കും വഅയ്യദകും ബിനസ്രി. അത്തരമൊരവസ്ഥയിൽ അല്ലാഹു നിങ്ങൾക്ക് അഭയം നൽകി. അവൻ്റെ സഹായത്താൽ, വിജയത്താൽ നിങ്ങളെ അവൻ ശക്തിപ്പെടുത്തി. വറസഖകും മിനത് ത്വയ്യിബാത്ത്. നിങ്ങൾക്ക് നല്ല വിഭവങ്ങൾ അവൻ ഭൗതിക ജീവിത വിഭവങ്ങളായി നൽകി. ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. അപ്പോൾ ന്യൂനപക്ഷമായി, ദുർബലരായി മണ്ണിൽ ജീവിച്ച മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ തമ്പുരാൻ നൽകിയ അഭയത്തെക്കുറിച്ചും സഹായത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും വിഭവങ്ങളെക്കുറിച്ചും നന്ദിപൂർവ്വം അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ അവസരം നൽകിയതിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ സൂറ ബുറൂജിലേക്ക് വരുമ്പോൾ വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും ഉഗ്രപ്രതാപിയുമായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ കൊടും പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മുസ്ലിം സമുദായത്തിലെ ഒരു കാലത്തെ വർണ്ണിക്കുന്നു അവിടെ. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. മുസ്ലിം സമുദായത്തെ തീകുണ്ടത്തിൽ എറിയുന്ന, അവരെ ജീവനോടെ കത്തിച്ചു കളയുന്ന
ഇരുമ്പ് ചീർപ്പുകൾ കൊണ്ട് ചീകി മാംസവും അസ്ഥിയും വേറെയാക്കുന്ന പീഡന പർവ്വങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് വർണ്ണിക്കുന്നു. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അള്ളാഹുവിൻ്റെ പിടുത്തം കടുത്ത പിടുത്തമായിരിക്കുമെന്നും നാഥൻ അങ്ങനെ എതിരാളികളെ കൈകാര്യം ചെയ്തു എന്നും സൂറത്തുൽ ബുറൂജിൽ ഒരു ഘട്ടത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. വീണ്ടും നമ്മൾ മുന്നോട്ട് സൂറ അൽ ഹജ്ജിൽ യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹീന നിസാഅക്കും, ഏറ്റവും വലിയ ഫാസിസ്റ്റ് കിരാത ഭീകരനായ ഫിറഔനിന്റെ നാട്ടിൽ ജീവിച്ചിരുന്ന മുസ്ലിം സമുദായത്തിലെ ആൺതരികൾ അരുങ്കൊല ചെയ്യപ്പെടുകയും പെൺമണികൾ മാനഹാനി അനുഭവിച്ച് ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വൈദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ ഫഅൻജൈനാകും, കടൽ പിളർത്തി നാം നിങ്ങളെ രക്ഷിച്ചു. വഅഗ്റഖ്നാ ആല ഫിറഔന വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കെ ഫിറഔനെയും പ്രഭൃതികളെയും നാം മുക്കി കൊല്ലുകയും ചെയ്തു എന്നും അള്ളാഹുവിൻ്റെ ഇടപെടൽ ഒരു കാലഘട്ടത്തിലെ സമുദായം അനുഭവിച്ച പീഡന പർവ്വത്തെക്കുറിച്ച് പറയുന്നു. ചരിത്രത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ തിരുനബിയുടെ കാലഘട്ടത്തിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവർ, അങ്ങനെ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നവർ, അവരെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം വീണ്ടും നമുക്ക് കാണാം സൂറ ഹജ്ജിൽ. ഊദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമു, ആ മർദ്ദിത ജനവിഭാഗത്തിന് പോരാടാനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കാൻ നിശ്ചയം അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവർ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ബിഗൈരി ഹഖിൻ, അന്യായമായിട്ട്. ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അല്ലയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിശ്വാസികൾ അതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായിരുന്നു അവർ. അവരെ സഹായിക്കാൻ അല്ലാഹു തയ്യാറായി, അവർക്ക് പ്രതിരോധിക്കാൻ പോരാടാൻ ഏറ്റുമുട്ടാനുള്ള അനുവാദവും കൊടുത്തു. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ ആ മർദ്ദിത ജനവിഭാഗത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു ഇടപെട്ടുകൊണ്ട് അവരെ രക്ഷിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നു. തിരുനബിയുടെ കാലം വന്നപ്പോൾ പ്രതിരോധിക്കുന്ന പോരാട്ടത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ബദർ മുതൽ ഖന്തക്ക് വരെ നീണ്ട യുദ്ധ ചരിത്രം മുമ്പിലുണ്ടെന്ന കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പ്രതിരോധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. എതിരാളികൾ നിങ്ങളെ ഇങ്ങനെ കുടിസിലാക്കി കളയും, നിലനിൽപ്പിനെ ഇല്ലായ്മ ചെയ്യും, നിങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തും, നിങ്ങളുടെ സ്വത്തുവകകൾ അന്യായപ്പെടുത്തും, നിങ്ങളുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ പ്രതിരോധിക്കണം. അതുകൊണ്ട് മർദ്ദിതരായ ജനവിഭാഗം, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, രാഷ്ട്രരഹിതരാക്കപ്പെട്ട് ഇപ്പോൾ മറ്റു രാജ്യത്ത് ജീവിക്കുന്നവർ, അവർക്ക് പോരാടാൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബദറിനുള്ള അനുവാദത്തെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന അതേ ആയത്തിൽ തുടർന്ന് വലൗലാ ദഫ്റുല്ലാഹി നാസ ബഅദഹും ബിബഅദ്, ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിക്കുന്ന അള്ളാഹുവിൻ്റെ രീതിശാസ്ത്രമാണ്. അങ്ങനെ പ്രതിരോധിച്ചില്ലെങ്കിൽ അങ്ങനെ പ്രതിരോധിച്ചില്ല എങ്കിൽ അമ്പലങ്ങൾ തകർക്കപ്പെടും, ചർച്ചുകൾ തകർക്കപ്പെടും, യഹൂദ സിനഗോഗുകൾ തകർക്കപ്പെടും, മുസ്ലിം പള്ളികൾ തകർക്കപ്പെടും. അങ്ങനെ നാട്ടിൽ അരാജകത്വം അരങ്ങുവാഴുന്ന സ്ഥിതിവിശേഷം സംഭവിക്കാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ നാമസ്മരിക്കപ്പെടുന്ന പള്ളികൾ ഉൾപ്പെടെ തകർക്കപ്പെടാതിരിക്കാൻ ഒരു സംഘത്തെ വേറെ ഒരു സംഘത്തെ കൊണ്ട്, ബഅ്ലുന്നാസ്, ജനങ്ങൾ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അള്ളാഹ് പ്രതിരോധിക്കും. അത് അള്ളാഹുവിൻ്റെ രീതിയാണ്. അള്ളാഹു അങ്ങനെ രീതിശാസ്ത്രം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ചെയ്യുന്നത് വലയൻസുറന്നല്ലാഹു മൻ യൻസുറു, അള്ളാഹുവിനെ സഹായിക്കുന്നവരൻ സഹായിക്കാൻ കൂടെയുണ്ടാകും എന്ന അടിസ്ഥാനത്തിലാണ്. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, നിശ്ചയം അള്ളാഹു എല്ലാവരും കഴിവുള്ള ഉഗ്രപ്രതാപിയുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ മണ്ണിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സമുദായം അനുഭവിക്കുന്ന അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എതിരാളികൾക്ക് നേരെ പ്രതിരോധ നിര തീർക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അത് നാട്ടിൻ്റെ ശരിയായ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിർബന്ധമാണ്. ഇവിടുത്തെ ഹൈന്ദവനും ക്രൈസ്തവനും യഹൂദനും മുസൽമാനും മതമുള്ളവരും ഇല്ലാത്തവനൊക്കെ ഒരുപോലെ മണ്ണിൽ സ്വസ്ഥമായി ജീവിക്കാൻ, അവൻ്റെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതമായിരിക്കാൻ ഒരു നാടിൻ്റെ സ്വാസ്ഥ്യം അടയാളപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഒന്ന്, അവരുടെ ആരാധനാലയങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു. രണ്ട്, അവരിൽ അവസാനത്തെ ആൾക്കും പൗരത്വം വകവെച്ച് കിട്ടുന്നു അവകാശങ്ങളും. ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിശാസ്ത്രം. ഇതൊരു രാഷ്ട്രീയമാണ്, ഇസ്ലാം പഠിപ്പിക്കുന്ന രാഷ്ട്രീയം. അപ്പോൾ അത്തരമൊരവസ്ഥ നിലനിന്ന് കിട്ടാൻ വേണ്ടി ജനങ്ങൾ ഒരു വിഭാഗത്തെ കൊണ്ട് മറ്റൊരു വിഭാഗത്തുള്ള പ്രതിരോധിക്കും. എതിരാളികൾക്കെതിരെ പ്രതിരോധം തീർക്കണം. ആ പ്രതിരോധത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉണ്ടാവണം. ബദറിൽ നടന്ന പ്രതിരോധം അതിൻ്റെ പുതിയ വേഴ്സനുകളായിട്ട് പുതിയ കാലക്രമത്തിൽ അങ്ങനെ വരുമ്പോൾ പ്രതിരോധത്തിൽ വിശ്വാസികൾ കൂടെ അള്ളയുണ്ടാകും. ഖുർആൻ പഠിപ്പിക്കുക സൂറ ഹജ്ജിൽ വീണ്ടും ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു,
സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു പ്രതിരോധം തീർക്കും. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. വഞ്ചകന്മാരായ നന്ദികെട്ട ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പ്രയോഗം വളരെ അർത്ഥവത്തായ പ്രയോഗമാണ്. വിശ്വാസികൾ ഈ നിലക്ക് നാടിൻ്റെ സ്വാസ്ഥ്യം തിരിച്ചു പിടിക്കാൻ, അവിടുത്തെ എല്ലാ മതവിഭാഗത്തിനും നിലനിൽപ്പ് നേരെ ചൊവ്വേ ആക്കിയെടുക്കാൻ, അവിടെ അവകാശങ്ങളെ നേരെ ചൊവ്വെ സ്ഥാപിച്ചെടുക്കാൻ, അവിടെ ആരാധന സുരക്ഷിതമായിരിക്കാൻ വേണ്ടി പ്രതിരോധത്തിൻ്റെ വഴി സ്വീകരിക്കുന്നിടത്ത് അള്ളാഹു കൂടെയുണ്ടാകുന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒപ്പം അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. നന്ദികെട്ട വഞ്ചകന്മാരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നന്ദികെട്ട വഞ്ചകന്മാർ അധികാരം വാഴുന്നിടത്ത് അവർ കാണിക്കുന്ന അന്യായത്തിന് നേരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ വിശ്വാസികൾക്ക് ഒന്നാമത് ബാധ്യതയുണ്ടെന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അള്ളാഹു ശക്തമായിട്ട് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഭാഗമാണ് ഈ ചരിത്രത്തിന്റെ വഴിത്താരകൾ. ബോധപൂർവമാണ് ഇങ്ങനെ ആമുഖം പറഞ്ഞത്. മുൻപ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം അനുഭവിച്ച പീഡന പർവ്വങ്ങൾ പറയുന്നിടത്ത് അള്ള ഇടപെട്ടുകൊണ്ട് സഹായിച്ച കാര്യം നമ്മളെ കൂടെ വായിക്കുന്നു. നേരത്തെ കേട്ട ആയാത്തുകൾ ഉദാഹരണം വിശദീകരണത്തിന് ആ ഭാഗം നിങ്ങൾ വീണ്ടും വായിച്ചു നോക്കുക. ഒടുവിൽ തിരുനബിയുടെ കാലം വന്നപ്പോൾ അവിടെ തമ്പുരാൻ വിശ്വാസി സമൂഹത്തെ ശക്തിപ്പെടുത്തി രംഗത്തിറക്കുകയാണ്. എന്നിട്ട് വിശ്വാസികൾ പറഞ്ഞു, നിങ്ങൾ രംഗത്തുണ്ടാവണം, നിങ്ങൾ പ്രതിരോധിക്കണം. അള്ളാഹു അങ്ങനെ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അക്രമികളെ കൈപിടിക്കാൻ കഴിയും വിധം പ്രതിരോധത്തിന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കണം. ശത്രുവിനെതിരെ ശക്തമായ പ്രതിരോധം നിങ്ങൾ തീർക്കണം. ശത്രുവിനെതിരെ ശക്തമായ പ്രാർത്ഥനയും ഉണ്ടാകണം. പ്രാർത്ഥനയും പ്രതിരോധവും പ്രാർത്ഥനയും ചേരുന്ന ഒരു രീതിശാസ്ത്രത്തെ കൃത്യമായി പഠിപ്പിച്ചു ഇസ്ലാം. അതുകൊണ്ട് റസൂലുള്ളാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയും പഠിപ്പിച്ചു. സൂറ യൂനുസ് 88 വചനത്തിൽ ആ എതിരാളിയാകുന്ന ഫിറഔന് നേരെ അള്ളാഹു സഹായിക്കാൻ തയ്യാറായിരിക്കെ തന്നെ തമ്പുരാനോട് മൂസ നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, വഖാല മൂസ നബി ഇങ്ങനെ പ്രാർത്ഥിച്ചു, റബ്ബന ഞങ്ങളുടെ നാഥ, ഇന്നക ആതൈത ഫിറഔന മലഹു സീനതൻ വ അംവാറൻ ഫിൽ ഹയാത്തി ദുനിയ. ഫിറഔനിനും അവന്റെ ആളുകൾക്കും ഈ മണ്ണിൽ ഈ അലങ്കാരവും അധികാരവും ധനവും നീയായിട്ട് നൽകിയതാണ്. ഇപ്പോൾ അധികാരം വാണുകൊണ്ടിരിക്കുന്ന ശക്തി, നന്ദികെട്ട വഞ്ചക സംവിധാനം, രാജ്യത്തിന്റെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നിർത്തി രാഷ്ട്രത്തിന്റെ ഘടനയെ മാറ്റിമറിക്കുന്ന, വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് ഇങ്ങനെ മത്സരിച്ച് മുന്നേറുന്ന, ഭരണകൂടത്തിന്റെ സകല സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഈ ശക്തിക്ക് അധികാരവും ധനവും അലങ്കാരവും നീയാണ് നൽകിയത്. പടച്ചവനെ നീ നൽകിയതാണ് കേട്ടോ. അതുകൊണ്ട് റബ്ബനാ ലിയുളില്ലു അൻ സബീലിക്, അതെല്ലാം ഉപയോഗപ്പെടുത്തി നിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കുഴപ്പത്തിലാക്കാൻ അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും വഴിതെറ്റിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് റബ്ബനത്മിസ് അലാ അംവാലിഹിം, അവർക്ക് നീ നൽകിയ എല്ലാ ധനവും മോടിയും നീ ഇല്ലാതാക്കണം. ആ അലങ്കാരങ്ങളെ തേച്ചു മായ്ച്ചു കളയണം. വസ്തു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നീ കടുത്ത കാഠിന്യം നൽകണം. കല്ലിനേക്കാൾ അതിജയിക്കുന്ന കാഠിന്യം. അങ്ങനെ അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനൂ ഹത്താ യറൗൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ കാണുമ്പോഴല്ലാതെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം കുഫ്റിൽ മൂടറച്ചു പോയ കാഠിന്യത്തിന്റെ മനസ്സ് കൊടുക്കണം. ശിക്ഷക്ക് അവരെ വിധേയരാക്കണം. അവർക്ക് നൽകിയ അധികാരവും സമ്പത്തും അലങ്കാരവും നീയായിട്ട് തേച്ചു മായ്ച്ച് കളയണമെന്ന് ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ സഹോദരന്മാരെ, ഒരു ഭാഗത്ത് ഈ ശക്തമായ രീതിയിലുള്ള ആസൂത്രിതമായ പ്രതിരോധം നടക്കണം, മറുഭാഗത്ത് തികഞ്ഞ പ്രാർത്ഥനയും വേണം. അങ്ങനെയെങ്കിൽ വോട്ട് ഒരു ആയുധ പ്രയോഗവും പ്രതിരോധത്തിന്റെ ശക്തമായ മാർഗവുമാണെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് ജനായത്ത ക്രമത്തിലെ ഓരോ വിശ്വാസിക്കും നല്ല ബോധ്യം ഉണ്ടാവണം. ഇതുവരെ നമുക്ക് വോട്ട് അലങ്കാരമായിരുന്നു. നമ്മുടെ പാർട്ടി കൊടിയുടെയും പാർട്ടിക്കാരുടെയും താല്പര്യാനുസാരം വോട്ട് വ്യയം ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു പലപ്പോഴും തീരുമാനമില്ലാത്ത ആളുകൾ. എങ്കിൽ ആ അവസ്ഥ മാറണം. നമ്മളോട് അന്യായം കാണിച്ചവരോട് കണക്ക് തീർക്കാനുള്ള പ്രതിരോധത്തിന്റെ ശക്തമായ ടൂളാണ് നമ്മുടെ ഓരോരുത്തരെയും വോട്ട് എന്ന കാര്യം തിരിച്ചറിയണം. നമ്മോട് അന്യായം കാണിച്ചവരോട് കണക്ക് തീർക്കാൻ, അവരോട് സർഗാത്മകമായ പ്രതികാരം ചെയ്യാൻ, ഈ രാജ്യത്തിന്റെ ക്രമത്തെ കീഴ്മേൽ മറിച്ചവരോട് പ്രതികാരം ചെയ്യാൻ, ഈ രാഷ്ട്രത്തെ അതിന്റെ ഭരണഘടനയുടെ കുഴയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ, ഈ രാജ്യത്തെ അവസാനത്തെ പൗരന്റെയും അവകാശങ്ങൾ വകവെച്ച് കിട്ടാൻ, ഇവിടെ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പൗരത്വം ചോദ്യപ്പെടുന്ന അവസ്ഥ സംഭവിക്കാതിരിക്കാൻ, ഇവിടെ സ്വസ്ഥമായി എല്ലാവർക്കും സന്തോഷത്തോടെ പാരസ്പര്യം ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ, അത്തരം ഒരവസ്ഥക്ക് വേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് പ്രതിരോധത്തിന്റെ സംവിധാനമാണ് നമ്മുടെ വോട്ടെന്ന കാര്യം വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അത്തരം ഒരു അവസ്ഥയെ മനസ്സിലാക്കാതെ പോകുമ്പോൾ കൊടികളുടെ താല്പര്യത്തിനനുസരിച്ച്
നാം അണിചേർന്ന പാർട്ടി താല്പര്യം അനുസരിച്ച്, നമ്മുടെ നേതാക്കന്മാരുടെ താല്പര്യം അനുസരിച്ച് അവർ പറയുന്ന വർത്തമാനങ്ങളെ അത് മുഖവിലക്കെടുത്തുകൊണ്ട് അതിനപ്പുറത്ത് മുസ്ലിം സമുദായത്തിന്റെ കോസ്, മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പ്, മുസ്ലിം സമുദായം നേരിടുന്ന ഭീഷണികൾ, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ മുഖ്യ പ്രശ്നങ്ങളായി കാണാത്ത വിധം ഇനിയും മണ്ണിൽ മുസ്ലിം സമുദായത്തിലെ ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ തമ്പുരാന്റെ വചനങ്ങൾക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത്രയും കൃത്യമായ വസ്തുത വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മെ ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ആരാണ് ശത്രുവും തിരിച്ചറിയാതെ പോകുന്നു എങ്കിൽ, ഇനിയും നമുക്ക് ശത്രു ആരെന്ന് മനസ്സിലായില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കാൻ അർഹരല്ല ഈ മണ്ണിൽ. നമ്മുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാതെ പോവില്ല. ശത്രു ആരെന്ന് മനസ്സിലാക്കുമ്പോഴും ശത്രുവിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പണിയെടുക്കുന്ന ഒരു രാജ്യത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കുഴപ്പത്തിലാക്കുന്നവർ ആരെന്നും തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിവുകളുടെ ബലത്തിൽ നേരെ ചൊവ്വേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെതിരെ ശക്തമായ പ്രഹരമായി വോട്ട് വിനിയോഗിക്കാൻ കഴിയുന്നിടത്ത് വിശ്വാസികൾ ബാധ്യത നിർവഹിക്കുന്ന ആളുകളായി തീരും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ ഒരുപാട് ബാധ്യതകൾ ഏൽപ്പിക്കുന്നു, ഒരുപാട് അമാനത്തുകൾ ഏൽപ്പിക്കുന്നു. അഷൈഖ് മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമി റഹിമഹുല്ല സൗദിയിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, സുഇല അൻ ഹുക്മുൽ ഇന്തിഖാബാത്ത്, തെരഞ്ഞെടുപ്പിന്റെ ഹുക്കുമിനെ കുറിച്ച് ചോദിച്ചു. നിങ്ങൾ അറിയണം, തെരഞ്ഞെടുപ്പ് നമുക്ക് രാഷ്ട്രീയമാണ്. പക്ഷെ നിങ്ങൾ അറിയണം, മുസ്ലിം സമുദായത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കേവല രാഷ്ട്രീയമല്ല, അത് അവിടെ ബാധ്യത ഏൽപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് അൻ ഹുക്കുമിൽ ഇന്തിഖാബ, തെരഞ്ഞെടുപ്പിന്റെ ഹുക്കുമ് എന്താണ്, വിധി എന്ന് ചോദിക്കപ്പെട്ടു. ഫഅജാബ, അദ്ദേഹം ഉത്തരം പറഞ്ഞു, അന അറാ അന്നൽ ഇന്തിഖാബാതി വാജിബ, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് ഞാൻ കാണുന്നു. യജിബു അൻ നുഅയ്യിന മൻ നറാ അന്ന ഫീ ഖൈറ, ഒരു രാജ്യത്തിന്റെ, ഒരു വ്യവസ്ഥയുടെ സ്വാസ്ഥ്യത്തെ തിരിച്ചു പിടിക്കാൻ ഖൈറുള്ള രീതി എന്താണെന്ന്, എന്താണ് ഖൈറുള്ള മാർഗം നിർണ്ണയിക്കാൻ നമുക്ക് കഴിയണം. ഫലാ ബുദ്ദ അൻ നഖ്താറ മൻ നറാഹു സ്വാലിഹ, അതിന് പറ്റുന്ന ആളുകളെ തെരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റണമെന്ന്. ഇത് എൻ്റെ വകയല്ല, ഉദ്ധരണം സമയനഷ്ടം വരുത്തുമെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പറ്റുമെന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു പുതിയ സാമൂഹ്യ ക്രമത്തിന്റെ ദുരന്തം 10 വർഷമായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കെ അതിനു മുമ്പിൽ നിൽക്കുമ്പോൾ പാർട്ടി രാഷ്ട്രീയം മാത്രം പറയുകയും അതിനപ്പുറത്ത് സാമൂഹ്യ ക്രമത്തിന്റെ ശരിയായ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ രാഷ്ട്രീയം വിട്ടുകളയുകയും ചെയ്യുന്നവരറിയണം, അത്തരം ഒരവസ്ഥ ഒരുപാട് അപകടങ്ങൾ വരുത്തിവെക്കും. തെരഞ്ഞെടുപ്പിനെ നിർവഹിച്ചിട്ടുണ്ട് ഇസ്ലാമിലെ പണ്ഡിതന്മാർ. അവരുടെ നിർവചനം ഇങ്ങനെയാണ്: പൗരന്മാർ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾ സാക്ഷാത്കരിക്കാൻ യോഗ്യരായവരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയം. ഇത് ഇസ്ലാമിന്റെ നിർവചനമാണ്. തെരഞ്ഞെടുപ്പിന് നിർവചനമുണ്ട് കൂട്ടെ. ഇലക്ഷൻ ഒരു കേവല പ്രക്രിയയാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടി വ്യവഹാരങ്ങളാണ്, അത് നമ്മുടെ സ്വന്തം താല്പര്യങ്ങളാണ്, നമ്മുടെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവിടെ വിലയുള്ളൂ എന്നൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാർ തിരുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. 10-35 കൊല്ലമായി രാഷ്ട്രീയം ഇസ്ലാമിന് പുറത്താണെന്ന് പറഞ്ഞവർ അവിടെ ഈദ്ഗാഹിൽ വരെ ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. കാരണം അനുഭവങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഈ സമുദായത്തെ പല പാർട്ടിയിൽ കൊണ്ടുപോയി കെട്ടാൻ കാരണക്കാരായ മതക്കാർ ഇപ്പോൾ ഖേദിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, രാഷ്ട്രീയം നമുക്ക് കേവലം ഒരു പ്രക്രിയയല്ല, അത് നമുക്കൊരു നിർബന്ധമായ ബാധ്യതയാണ്, അത് നമ്മുടെ അമാനത്താണ്. അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെ രംഗത്ത് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇടപെടലാണ് രാഷ്ട്രീയം എന്ന് കൃത്യമായി ഇസ്ലാമിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്തിഖാബാത്തിനെ, തെരഞ്ഞെടുപ്പിനെ നിർവഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ കുഴപ്പത്തിലാക്കി കളയുന്ന, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ക്രമത്തെ കീഴ്മേൽ മറിച്ച, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഗതികേടിലാക്കിയ, അവിടെ പൗരത്വം കുഴപ്പത്തിലാക്കിയ, അവരുടെ സ്വാസ്ഥ്യം കെടുത്തിക്കളയുന്ന, അവരുടെ നിലനിൽപ്പ് ഭീഷണിയാക്കുന്ന, വീടുകൾ ബുൾഡോസ് ചെയ്യുന്ന, അവർക്ക് അനുകൂലമായ വിധികളില്ലെന്ന് മാത്രമല്ല നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പതിറ്റാണ്ടുകൾ ജയിലിലടക്കുന്ന, അവരിൽ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കുന്ന, അവർക്ക് UAP ചുമത്തുന്ന, അങ്ങനെ തുടങ്ങി നിരന്തരമായി പീഡനത്തിന്റെ പർവ്വങ്ങൾ മോബ് ലിഞ്ചിങ് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 10 കൊല്ലത്തെ കാലയളവിലെ കെടുതികൾ മുമ്പിൽ വരാത്ത വിധം കേവലം പാർട്ടി രാഷ്ട്രീയത്തിന്റെ പിറകെപ്പൊന്ന് അറിയണം, നിങ്ങൾ തമ്പുരാനോട് മറുപടി പറയാൻ വിയർക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഈ നിർബന്ധമായ ബാധ്യത നിർവഹിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഈ അമാനത്ത് നിർവഹിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഖുർആൻ പറയുന്ന ഭാഗം സൂറ അൻ-നിസ 58-ാം വചനമാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹ് നിങ്ങളോട് കൽപ്പിക്കുന്നു, അല്ലാഹ് നമ്മളോട് കൽപ്പിക്കുന്നു, അല്ലാഹ് നമ്മോട് കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു നിങ്ങളോട് നിശ്ചയം കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, ഉത്തരവാദിത്തങ്ങൾ അർഹരെ ഏൽപ്പിക്കണം, അനർഹരെ ഏൽപ്പിക്കരുത്. നിങ്ങളുടെ ഒരു വോട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ
അത് മുഖേന അനർഹനാണ് രംഗത്തെങ്കിൽ നിങ്ങൾ തമ്മിലാണ് മറുപടി പറയേണ്ടി വരും. അത് അള്ളാഹ് മറുപടി പറയേണ്ട കാര്യമല്ല എന്ന് വിചാരിച്ച് തെറ്റി. അള്ളാഹ് നിങ്ങൾ പറയാം, നിങ്ങൾ ഉത്തരവാദിത്തം, ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്, അധികാരമാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കണം. അതുകൊണ്ട് ഇന്നല്ലാഹ യഅ്മുറുക്കും, അള്ളാഹ് നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അതിന് അർഹരായ ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കണം. വൈദാ ഹക്കംതും ബൈനന്നാസ്, ഒരു വിഷയത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ, നമ്മൾ തീരുമാനം എടുക്കാൻ പോവാ, അടുത്ത ആഴ്ച വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തീരുമാനം നമ്മൾ എടുക്കുക. അപ്പൊ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ, നിങ്ങൾ വിധി പറയുമ്പോൾ, തീർപ്പ് കൽപ്പിക്കും. വൈദാ ഹക്കംതും, നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ, നിങ്ങൾ ഹുക്കുമ് പറയുമ്പോൾ, നിങ്ങൾ വിധി പറയുമ്പോൾ, നിങ്ങൾ ഭരണം നടത്തുമ്പോൾ, അതൊക്കെ ഹുക്കുമിന്റെ അർത്ഥമാണ്. വൈദാ ഹക്കംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ, നിങ്ങളൊരു വിഷയത്തിൽ അഭിപ്രായം രൂപീകരിക്കുമ്പോൾ, അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതിപൂർവമായിരിക്കണം നിങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ തീരുമാനം നീതിപൂർവം അല്ലെങ്കിൽ അള്ളാഹ് ഇടപെടും, നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങളുടെ പാർട്ടി അതിന് ഉത്തരം പറയില്ല. പാർട്ടി നിങ്ങളെ കൂടെ ബർസഖിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ കൊടി നിങ്ങളെ കൂടെ, നിങ്ങളെ മേൽ പുതച്ചാലും ശരി, നിങ്ങളുടെ മയ്യത്ത് കെട്ടിലുള്ള ഏത് കൊടി പുതച്ചാലും ശരി, ആ കൊടി നിങ്ങളെ കൂടെ ഉണ്ടാവില്ല വിചാരണ നാളിൽ. അതുകൊണ്ട് അൻ തഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ നീതിപൂർവം നിങ്ങൾ തീർപ്പ് കൽപ്പിക്കണം. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ളുകും ബി, എത്ര നല്ല കാര്യമാണ് അള്ളാഹ് നിങ്ങളെ ഉപദേശിക്കുന്നത്. എത്ര നല്ല കാര്യമാണ്, എത്ര ഗുരുതരമായ വിഷയമാണ്, എത്ര ഗൗരവതരമായ വിഷയമാണ് അള്ളാഹ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന്റെ പിറകെയാണെങ്കിൽ, ഇന്നല്ലാഹ കാന സമീഅ, അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ് കേട്ടോ, ബസീറ, എല്ലാം സൂക്ഷ്മമായി കാണുന്നവനാണ് കേട്ടോ എന്ന താക്കീതോടു കൂടിയാണ് സഹോദരന്മാരെ സൂറ അൻ-നിസായിലെ ഈ 58-ാം വചനം അവസാനിക്കുന്നത്. അപ്പോൾ അമാനത്താണ്, വോട്ട് ഒരു അമാനത്താണ്. ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ട ആളുകൾക്ക് വേണ്ടി ഇടപെടേണ്ട അമാനത്താണ്. അതിൽ നീതിപൂർവമല്ല തീരുമാനമെങ്കിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അള്ളാഹ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹ് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നിങ്ങളോട് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ളുകും ബി, എത്ര ഗൗരവമുള്ള നല്ല കാര്യമാണ് അള്ളാഹ് ഈ ഉപദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകും ചോദിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഈ വിഷയത്തെ നമ്മളോട് അവതരിപ്പിക്കുന്നു. അബൂ ഹുറൈറ പറയുന്ന ഒരു ഹദീസുകൾ റളിയല്ലാഹു തആല, അദ്ദേഹം പറയാണ്, ജാ അഅ്റാബിയൻ, ഒരു അഅ്റാബി റസൂൽ സല്ലല്ലാഹു വന്നു, ഒരു അനറബി, അറബ് ഗോത്രക്കാരനല്ലാത്ത ഒരാൾ. ഫഖാല, എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, മതസ്സാ റസൂലെ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? അപ്പൊ റസൂലുള്ളാഹി അവിടെ സംസാരിക്കുന്ന സമയം. അപ്പൊ റസൂൽ എന്ത് കാണിച്ചു? ഈ ചോദ്യം കേട്ടിട്ടും ഫമലാ റസൂലുള്ളാഹി യുഹദ്ദിസു, തന്റെ സംസാരം തുറന്നുകൊണ്ടിരുന്നു. ഫഖാല, അപ്പൊ ഇത് അയാൾ ചോദ്യം ചോദിച്ചു, ഉറക്കെയാണ് ചോദിച്ചത്, സദസ്സ് കേട്ടുകൊണ്ടിരിക്കുക, റസൂൽ വർത്തമാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. റസൂൽ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല, തന്റെ സംസാരം തുറന്നു. അപ്പൊ ആളുകൾ ഫഖാല ബാദുൽ, ചില ആൾക്കാർ പറഞ്ഞു, സമിഅ മാ ഖാല ഫകരിഹ മാ ഖാല, അദ്ദേഹം പറഞ്ഞു റസൂൽ കേട്ടിരിക്കുന്നു, പക്ഷെ ആ ചോദ്യം റസൂൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് മറുപടി പറഞ്ഞ. ചില ആളുകൾ അങ്ങനെ നിഗമിച്ചു. വക്കാല ബാദുഹും ബല്ലം യസ്മഉ, വേറെ ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ നിഗമനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ, ഹത്താ ഇദാ ഖലാ ഹദീസുഹു, നടന്നുകൊണ്ടിരിക്കുന്ന സംസാരം അവസാനിച്ചപ്പോൾ ഖാല റസൂൽ പറഞ്ഞു, ഐന അറാഹു സായിലു അനിസ്സാ, അന്ത്യനാൾ എപ്പോഴും ചോദിച്ച ആ ആളെ എനിക്ക് കാണണം. അന്ത്യനാൾ എപ്പോഴെന്ന് ചോദിച്ച ആളെ എനിക്ക് കാണണം. കാല, അപ്പത്തെ എഴുന്നേറ്റ്, ഹാ അന യാ റസൂലല്ലാഹ്, റസൂൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റുന്നു. കാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഫൈദാ ലുയ്യത്തിൽ അമാനത്തു ഫന്തൽറിസാ, ഫൈദാ ലുയ്യത്തിൽ അമാന, ഉത്തരവാദിത്തം അർഹരെ ഏൽപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കാലം എന്ന് സംഭവിക്കുന്നുവോ ഫന്തൽറിസാ, അപ്പോൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക. ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക. ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടവരെ അല്ല ഏൽപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചുകൊള്ളുക. അപ്പൊ ഇത് കേവലം ഒരു വോട്ടല്ലേ, അത് നമ്മുടെ പാർട്ടിയുടെ കൂടെ നിൽക്കലാണ് എന്നൊക്കെ വിചാരിച്ച് തെറ്റി. അത്തരം കേവല നീയത്ത് പോരാ, നല്ല ഉറച്ച നീയത്തുകൾ വേണം, നിലപാടുകൾ ഉണ്ടാവണം, ഇസ്ലാമിക കാഴ്ചപ്പാടുണ്ടാവണം. ഇപ്പോൾ ചവിട്ടി നിൽക്കുന്ന പദത്തിന് ചൂട് കൂടിയ കാലമാണ്. ഈ മണ്ണിന്റെ, നമ്മുടെ കാലിനടിയിലെ മണ്ണിന് ചൂട് കൂടി വരികയാണ്. മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. മണ്ണൊലിച്ചു പോകുമ്പോഴും ഇത്തരം ഇക്കിളി വർത്തമാനങ്ങളുടെ പിറകെ പോകുന്ന അറിയണം, അമാനത്ത് അർഹരെ ഏൽപ്പിക്കാത്ത കാലം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, വൈഹൈദാ ലുയ്യത്തിൽ അമാനത്തു, അമാനത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കാലം എന്ന് സംഭവിക്കുന്നുവോ ഫന്തൽറിസാ, നീ ഖിയാമത്ത് നാൾ പ്രതീക്ഷോ. അപ്പൊ കാല, അദ്ദേഹം വീണ്ടും ചോദിച്ചു, കൈഫ ഇളാഅതുഹ, എങ്ങനെയാണ് അമാനത്ത്, ഉത്തരവാദിത്തങ്ങൾ അർഹരെ ഏൽപ്പിക്കുക എന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന ആ വിഷയത്തിൽ എങ്ങനെയാണ് വീഴ്ച വരിക? കാല, റസൂൽ പറഞ്ഞു കൊടുത്തു, ഇദാ ഉസ്ദിൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അനർഹരെ ഏൽപ്പിക്കുക, കൈകാര്യ കർത്തൃത്വം, കാര്യങ്ങൾ ഇദാ ഉസ്ദിൽ ഏൽപ്പിക്കപ്പെട്ടാൽ ഇലാ ഗൈരി അഹ്ലി, അനർഹരെ
അനർഹരായ ആളുകളെയാണ് നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നെങ്കിൽ അവിടെയാണ് അമാനത്തിൽ വീഴ്ച വരിക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നതാണ്. അപ്പോൾ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെടുത്തി വലിയ ദുരന്തത്തെ മുൻനിർത്തിക്കൊണ്ട് അത്തരം ഒരു ദുരന്തകാലം സംഭവിക്കും. നിങ്ങൾ അമാനത്ത് അർഹരെ ഏൽപ്പിച്ചില്ല എങ്കിൽ അതിൽ വരുന്ന വീഴ്ച അത്ര ദുരന്തമായിരിക്കുമെന്ന് ഈ അനർബ് ഗോത്രക്കാരന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ തെരഞ്ഞെടുപ്പിലൂടെ നടപടിക്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലൂടെ ഈ രാജ്യത്തെ നയിക്കേണ്ടത് ആരെന്ന് തീരുമാനിക്കുകയാണ്. അതാണ് അമാനത്ത്. അത് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വൈദാക്കാണൽ ഇൻതിഹാബു തൗലിയ, തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഈ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കാനുള്ള പ്രക്രിയയാണ് എങ്കിൽ ഫത്തൗലിയത്തു അമാന, അപ്പോൾ തെരഞ്ഞെടുപ്പിലെ ഈ അധികാരം ഏൽപ്പിക്കൽ അമാനത്താണ്. ഇസ്ലാം പഠിപ്പിച്ച അമാനത്ത് പദത്തെ കുറിച്ചായി പറയുന്നത്. അതിന് പണ്ഡിതന്മാർ വിശദീകരണം. നമ്മളെല്ലാ രാഷ്ട്രീയവും രാഷ്ട്രീയമാക്കി മാറ്റിയിട്ട് അത് മിമ്പറിലെ വിഷയമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾ ഇപ്പോൾ തിരുത്തേണ്ടി വരികയാണ്. ഇതൊക്കെ ശരിയായ വിശദീകരണമാണ് ഖുർആനിന്റെ. അതുകൊണ്ട് നിങ്ങളുടെ അമാനത്തിനെ കുറിച്ച വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറയാ വൈദാക്കാണൽ ഇൻതിഹാബു തൗലിയ, ഇൻതിഹാബ് ഇലക്ഷൻ, വോട്ടിംഗ് ഒരു രാജ്യത്തിന്റെ അധികാരമേൽപ്പിക്കുന്ന പ്രക്രിയയാണ് എങ്കിൽ ഫത്തൗലിയത്തു അമാന, അപ്പോൾ അധികാരമേൽപ്പിക്കുന്ന ഈ പണിയുണ്ടല്ലോ അത് അമാനത്താണ്. അതുകൊണ്ട് ആ അമാനത്തിൽ നിങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല. അതിലൊരിക്കലും വീഴ്ച വരരുത്. അത്തരം ഒരവസ്ഥയിൽ വീഴ്ച വന്നാൽ അത് വലിയ പ്രശ്നമായിരിക്കും. അതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു സംഘത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സംഘത്തിൽ ഈ രാജ്യത്തിന്റെ ശരിയായ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തരായ നിലപാടുള്ള വിശ്വസ്തരായ സത്യന്തരായ ആളുകൾ ഉണ്ടായിരിക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അതല്ലാത്ത ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ നിങ്ങൾ വഞ്ചന കാണിച്ചു എന്നും കൃത്യമായിട്ട് റസൂലുള്ളാഹി പറയും. ഹദീസ് കേൾക്കുക, റസൂലുള്ളാഹി പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മനിസ്തഅമല റജുലൻ മിൻ ഉസാബ, ഒരു സംഘത്തിൽ നിന്ന് ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇസ്തഅമല അമല ഏൽപ്പിക്കുക, ജോലിക്കെടുക്കാന്ന് അർത്ഥം പറയാം, വർക്കിനെടുക്കാൻ അർത്ഥം പറയാം, ഉത്തരവാദിത്തം ഏൽപ്പിക്കാതെ നിയോഗം ഏൽപ്പിക്കാന്ന് പറയാം. അപ്പൊ നമ്മളൊരു സംഘത്തിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് അയക്കാൻ പോകുന്നു. അതാണ് വിഷയം. ഉസാബ, ഒരു സംഘത്തിൽ നിന്ന്. അപ്പൊ മനിസ്തഅമല റജുലൻ മിൻ ഉസാബ, ഒരു സംഘത്തിൽ നിന്ന് ഒരാളെ നിങ്ങൾ ഒരു വിഷയത്തിനായി പരിഗണിക്കുന്നു എങ്കിൽ വഫീ തിൽകൽ ഉസാബത്തി മൻ ഹുവ അർളാ ലില്ലാഹി മിൻഹു. അപ്രയോഗം അടി പറയണം. കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ കൃത്യമായ സൂചനയാണ്. വഫീ തിൽകൽ ഉസാബത്തി, ആ സംഘത്തിലുണ്ട് മൻ, ഒരാൾ, ഹുവ അർളാ ലില്ലാഹി മിൻഹു, നിങ്ങൾ ഈ തെരഞ്ഞെടുക്കുന്ന ആളെക്കാൾ അവനാണ് അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവൻ എങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്തത് അവനെയല്ല എങ്കിൽ ഫഖദ് ഖാനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിച്ചു, വഖാന റസൂല, അല്ലാഹു റസൂലിനെ വഞ്ചിച്ചു, വഖാനൽ മുഅ്മിനീനെ മൊത്തം വഞ്ചിച്ചു എന്നാണ്. നിങ്ങൾക്കിത് മനസ്സിലായോ എന്നറിയില്ല. പലപ്പോഴും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനസ്സിലാവില്ല. കാരണം നമ്മളെ ആരോ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ഈ ഹദീസ് പഠിക്കൂ. തിരുവചനങ്ങൾ അത്ര വെളിപാടുള്ളതാണ്. മനിസ്തഅമല റജുലൻ മിൻ ഉസാബ, ഒരു സംഘത്തിൽ നിന്ന് ഒരാളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നിങ്ങൾ ഏൽപ്പിക്കാൻ, നിങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെക്കാൾ അല്ലാഹുവിന് തൃപ്തിപ്പെട്ട ഒരാൾ അപ്പുറത്തുണ്ട് എങ്കിൽ നിങ്ങൾ അയാളെയല്ല തെരഞ്ഞെടുത്തത് എങ്കിൽ ഫഖദ് ഖാനല്ലാഹ്, അവൻ അല്ലാഹുവിനെ വഞ്ചിച്ചു, വഖാന റസൂൽ, അതാണ് റസൂലിനെ വഞ്ചിച്ചു, വഖാനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ മൊത്തം വഞ്ചിച്ചു. അപ്പൊ അല്ലാഹുവിന് തൃപ്തിപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റുന്ന ആളെ വേണം ഏൽപ്പിച്ചു വിടാൻ. അത്തരം ആളുകളെ കണ്ടെത്താൻ കഴിയണം. അപ്പൊ ഇവിടെ ബാധ്യതയുണ്ട്. ഇവിടെ പാർട്ടി രാഷ്ട്രീയമല്ല, കൊടി രാഷ്ട്രീയമല്ല, നമ്മുടെ ഇഷ്ടങ്ങളല്ല, നമ്മുടെ താല്പര്യങ്ങളല്ല, നമ്മുടെ നേതാക്കന്മാരുടെ ആഹ്വാനങ്ങളല്ല. അതിനപ്പുറം ഇസ്ലാമിക ബോധം തീരുമാനമെടുക്കുന്ന സ്കൈലായി മാറി നടത്തെ നിങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ പ്രതിയാകാതിരിക്കൂ എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ അറിയണം, അധികാരം ഏൽപ്പിക്കുന്ന രണ്ട് ഘടകങ്ങൾ നിർബന്ധമാണ്. ഒരാളെ നമ്മൾ തെരഞ്ഞെടുത്ത് ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. ഇബ്നു തൈമിയ പഠിപ്പിക്കുക, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, രാഷ്ട്രീയം നിങ്ങൾ ഇസ്ലാമിന്റെ അധ്യാപനം പഠിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, ഫഇന്നൽ വിലായത ലഹാ റുക്നാനി, നിങ്ങൾ ഒരാളെ ഭരണകാര്യം ഏൽപ്പിക്കാൻ, രാഷ്ട്രകാര്യം ഏൽപ്പിക്കാൻ, ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ, ഒരു സംവിധാനം ഏൽപ്പിക്കാൻ, ഒരു സ്ഥാപനം നടപ്പാക്കാൻ, ഒരു പള്ളി കമ്മിറ്റി, ഒരു പള്ളി കൊണ്ട് നടക്കാൻ, അങ്ങനെ എന്താവട്ടെ നിങ്ങൾ വിലായത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ ലഹാ റുക്നാനി, ഏൽപ്പിക്കുന്നതിന് രണ്ട് ഘടകങ്ങൾ നിർബന്ധമാണ്. എന്താണ്? ഒന്ന് അൽ ഖുവ്വത്തു വൽ അമാന, ഒന്ന് അവന് ശരിയായ ശക്തിയും കാഴ്ചപ്പാടും വിവരവും ജ്ഞാനവും ബുദ്ധിപരമായ കഴിവും ശാരീരികമായ യോഗ്യതയും ഉണ്ടാവണം. അതാണ് ഖുവ്വ. രണ്ടാമത്തത് വൽ അമാന, വിശ്വസ്തനും സത്യന്തനും ആയിരിക്കണം, നേരും നെറിയുമുള്ളവനായിരിക്കണം, ജനങ്ങളെ വഞ്ചിക്കാത്തവനായിരിക്കണം,
രാഷ്ട്ര താല്പര്യം ഹനിക്കാത്തവനായിരിക്കണം, തന്നെ വിശ്വസിച്ചേൽപ്പിച്ചവരെ ചതിക്കാത്തവനായിരിക്കണം. അത്തരം ഒരവസ്ഥ അൽ ഖുവ്വത്ത് വൽ അമാന, ഈ രണ്ട് ഘടകം നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം തെളിവ് ഉദ്ധരിച്ചത് ഖുർആനിലെ ഒരു ആയത്ത, കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ സൂറ കസ്ർ 26-ാം വചനം, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ, നിശ്ചയം അങ്ങ് കൂലിക്കെടുത്ത ഈ ആള്, അങ്ങ് ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആള് ബലിഷ്ഠനും വിശ്വസ്തനുമാണ് എന്ന് മൂസാ നബി സഹായിച്ച രണ്ട് പെൺമണികളിൽ ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ സഹായിച്ച പെൺമണിയിൽ ഒരു പെൺകുട്ടി പറയുന്ന വർത്തമാനമാണ് തെളിവ്. ചരിത്രം മൂസാ നബി മദീനത്തെ കാലമാണ്. വെള്ളം കുടിപ്പിക്കാൻ കഴിയാതെ ആണുങ്ങൾ കിണറിടം വിട്ടു പോകും വരെ കാത്തിരണ്ട് പെണ്ണുങ്ങളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ആ തൊട്ടിയെടുത്തിട്ട് അവരുടെ ആടിനെ വെള്ളം കുടിപ്പിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു. പ്രവാചകനല്ലാത്ത മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവർ രണ്ടുപേരും വീട്ടിലെത്തിയിട്ട് കാര്യം പറഞ്ഞു. അതിലൊരു പെണ്ണ് വന്നിട്ട് മൂസാ നബിയെ വിളിച്ചു കൊണ്ടുപോയി. കാലത്ത് ഹിദാഹുമാ യാ അബതിസ്തജിറു, അങ്ങനെ വീട്ടിലെത്തി സംസാരത്തിന് മധ്യേ ഈ പെൺമണിയിൽ ഒരാൾ പറഞ്ഞു, അല്ലയോ പിതാവേ, അദ്ദേഹത്തെ നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ വേണ്ടി അങ്ങ് കൂലിക്കെടുക്കും, ഈ ആടിനെ ഏൽപ്പിക്കാൻ വേണ്ടി കൂലിക്കെടുക്കും. എന്നിട്ട് അവർ പറഞ്ഞ വർത്തമാനത്തിന്റെ ബാക്കി വഴിഞ്ഞ ഖൈറ മനിസ്തഅ്ജർത, നിശ്ചയം താങ്കൾ കൂലിക്കെടുക്കുന്ന ആള്, വാടകയ്ക്കെടുക്കുന്ന ആള്, പണിക്ക് നിയോഗിക്കുന്ന ആള്, ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന ആള് അൽ ഖവിയുൽ അമീൻ, കവിയും അമീനുമാണ്, ശക്തനും വിശ്വസ്തനുമാണ്. ശക്തി, ആരോഗ്യശക്തി, മാനസിക ശക്തി, ശാരീരികമായ യോഗ്യത, ബുദ്ധിപരമായ മികവ്, കഴിവ്, തെളിവ്. ഒപ്പം ആ കഴിവ് മാത്രം പോരാ, അമീനായിരിക്കണം. അമീൻ, അമാനത്ത്, ഈമാൻ ഒക്കെ ബന്ധമുള്ള പദങ്ങളാ. നല്ല വിശ്വാസവും ഇസ്ലാമികമായ ദൃഷ്ടിയും വിശ്വാസപരമായ യോഗ്യതയും ഒക്കെ ഉള്ള ആളായിരിക്കണം. അത് മുസ്ലിങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിനപ്പുറത്ത് എങ്ങനെയോ അങ്ങനെ. വേദപ്രോക്ത മൂല്യങ്ങളോട് കൂറുള്ളവർ, ഭരണഘടനാ മൂല്യങ്ങളെ മാനിക്കുന്നവർ, മാനവിക മൂല്യങ്ങളെ പരിഗണിക്കുന്നവർ, അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാത്ത, പുറത്ത് ചിരിച്ചും അകത്ത് നടത്തുന്ന കളിയെടുക്കുന്ന ആളുകളല്ല, പുറത്ത് ചിരിക്കുകയും അകത്ത് കള്ളത്തരം കാണിക്കുന്ന ആളുകളുമല്ല, നേരും നെറിയുമുള്ള മനുഷ്യർ. അതാണ് ഈ പറഞ്ഞ അമാന. അതുള്ള ആളുകളെ തെരഞ്ഞെടുക്കണമെന്ന് കൃത്യമായിട്ട് അതിൻ്റെ അടിസ്ഥാന ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ ആരെ ഏൽപ്പിക്കുന്നുവോ എന്നിടത്ത് നമുക്ക് തീരുമാനമുണ്ടാവണം. അങ്ങനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ നിയുക്തരായ നമ്മൾ, വോട്ട് ചെയ്യാൻ അർഹരായ നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന ആളുകൾ അവരാരാവട്ടെ, ഈ രണ്ട് കൂട്ടരും, തെരഞ്ഞെടുക്കുന്ന വോട്ടർമാരും തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളും അമാനത്ത് വഞ്ചിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് ഹദീസ് പഠിപ്പിക്കുന്ന റസൂൽ വീണ്ടും പറയുന്നു, മൻ വലിയ മിൻ അംറിൽ മുസ്ലിമീന ഷൈഅ ബിഷൈഅ, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നിടത്ത് ദൗത്യം നിർവഹിക്കേണ്ടുന്ന ആളുകൾ ആരോ ആവട്ടെ. അപ്പൊ വോട്ട് ചെയ്യുന്ന ആളുകൾ, വോട്ട് നേടുന്ന ആളുകൾ, രണ്ട് കൂട്ടരെ വലിയ വിലായത്ത് ഏൽപ്പിക്കുന്നവരാ. മൻ വലിയ മിൻ അംറിൽ മുസ്ലിമീന ബിഷൈഇൻ, മൻ വലിയ മിൻ അംറിൽ മുസ്ലിം ഷൈഅ, ഈ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ആരോ ആവട്ടെ, ഫഅമ്മറ അലൈഹിം അഹദൻ മുഹാബാത്ത്, അവനത് ചെയ്യുന്നിടത്ത് അവന്റെ ഇഷ്ടം പരിഗണിച്ചാണ് ചെയ്തത്. നമ്മളാ പാർട്ടിക്കാരനാ, ഞാൻ ഈ കൊടിയുടെ ആളാ, ഞാൻ മറ്റേ വർഗത്തിന്റെ കക്ഷിയാ എന്നൊക്കെ വിചാരിച്ച് അവന്റെ ഇഷ്ടം പരിഗണിച്ചാണ് ചെയ്തതെങ്കിൽ, ഈ പറഞ്ഞ മാനദണ്ഡ കവിയും അമീനുമായിരിക്കുന്നത് പരിഗണിക്കാൻ ചെയ്തതെങ്കിൽ, ഈ സംഘത്തിന് യോഗ്യനായിരിക്കുന്നത് പരിഗണിക്കാൻ ചെയ്തതെങ്കിൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഫഅലൈഹി ലഅനത്തുല്ലാഹ് ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അല്ലാഹു അവരിൽ ഒരു പശ്ചാത്താപ പ്രായശ്ചിത്തവും സ്വീകരിക്കുകയില്ല. ഹത്താ യുദ്ഖിലുഹു ജഹന്നം, അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും വരെ. അപ്പോൾ ഉത്തരവാദിത്ത നിർവഹണത്തിൽ തങ്ങളുടെ ഇഷ്ടങ്ങളുടെ പിറകെ പോകുന്നവർ അറിയണം, നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ പിറകെ പോയിട്ട് നിങ്ങളൊരു സാമൂഹ്യ ക്രമത്തെ കുഴപ്പത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചാൽ നിങ്ങൾ തമ്പുരാന്റെ കാരുണ്യത്തിന് അർഹരാവില്ല. നിങ്ങളുടെ ദണ്ഡങ്ങളും പ്രായശ്ചിത്തങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും സ്വീകാര്യമല്ല. നരകപ്രവേശനം വരെ ശാപം നിങ്ങളെ പിടികൂടുമെന്ന് കൃത്യമായി ഹദീസിൽ പഠിപ്പിച്ച ഭാഗവും നിങ്ങൾ അറിയണം. അപ്പോൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയുക. നമ്മുടെ രാജ്യത്തിന്റെ ക്രമത്തിനകത്ത് മുസ്ലിം സമുദായത്തിനെ നിരന്തരമായി പ്രശ്നവൽക്കരിക്കുന്ന അപകടത്തെയും തിരിച്ചറിയുക. രണ്ട് അപകടങ്ങളെ തിരിച്ചറിയണം നമ്മൾ. ഒന്ന്, മുസ്ലിം സമുദായം യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം. അതറിയാതെ പോകാൻ ആർക്കും ന്യായമില്ല. ഇപ്പോൾ അത്രത്തോളം അനുഭവിച്ചിരിക്കുന്നു ഈ ഒരു 10 പതിറ്റാണ്ട് കാലത്തിനകത്ത്. അതേസമയം സ്വസ്ഥമായി നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിനകത്ത് നിരന്തരമായി മുസ്ലിമീങ്ങൾ പ്രശ്നവൽക്കരിക്കപ്പെടുക. അങ്ങനെയാണ്. ഒടുവിൽ ഒരു വീഡിയോ ഇപ്പോൾ പിൻവലിക്കേണ്ടി വന്നിരിക്കുക. അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെയാണ്. 2 വീഡിയോ വന്നിറങ്ങി. അതിലൊന്ന് ഇവിടുത്തെ സവർണ സംവിധാനത്തിന്റെ ദാരിദ്ര്യം എന്ന ഒരു പ്രശ്നത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അത് പിൻവലിച്ചു. പിന്നീട് തീവ്രവാദിയായ മകനെ ഉമ്മ നേരെയാക്കുന്ന ആ ഉമ്മക്ക് റേഷന് കിട്ടുന്ന ചിത്രവുമായിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ വന്നു. ഇപ്പോൾ തളങ്കര വീണ്ടും പ്രശ്നമായി.
ഈരാറ്റുപേട്ട പ്രശ്നം, ആലുവ പ്രശ്നം, അങ്ങനെ നിരന്തരമായി മുസ്ലിം സമൂഹം അധിവസിക്കുന്ന കേന്ദ്രങ്ങളെ പ്രശ്നവലിക്കുന്ന നിരന്തരമായ പ്രശ്നങ്ങൾ. തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടിയെടുക്കാൻ മുസ്ലിം സമുദായത്തെ കൂടി ചേർത്ത് കെട്ടിയിട്ട് പറഞ്ഞ വർത്തമാനങ്ങൾ രാഷ്ട്രീയക്കാർക്ക് അറിയാം. മിമ്പർ അത് ഉപയോഗിക്കുന്നില്ല. അറിയാതെ പോകാനുള്ള ഓർമ്മകൾ ഉണ്ടാവണം. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന പ്രസ്താവന ഉൾപ്പെടെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ സംഘ് പരിവാരത്തിന് നിലപാടുണ്ടെന്ന് പറയുന്നവർ സംഘ് പരിവാര താല്പര്യങ്ങളെ നേരെ ചൊവ്വേ നടപ്പിലാക്കാൻ ഉതകും വിധം വോട്ടായിരുന്നാലും, വോട്ടിന്റെ കാര്യമായിരുന്നാലും, കേസിന്റെ കാര്യമായിരുന്നാലും, കോടതി വിധികളായിരുന്നാലും, UAP ചുമത്തലായിരുന്നാലും അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എടുക്കുന്ന നിലപാടുകൾ അങ്ങനെ അങ്ങ് പൊറുക്കാൻ കഴിയില്ല എന്ന് വിനയപുരസർ അറിയണം. അതുകൊണ്ട് നേരെ ചൊവ്വേ കവിയും അമീനുമായ ആളുകളെ ഉത്തരവാദിത്തം പഠിപ്പിക്കണം. അതുകൊണ്ട് 3 കാര്യം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറയാ, 1, വഞ്ചന പാടില്ല ഈ കാര്യത്തിൽ. മൻ ഗശ്ശന ഫലൈസ മിന്ന, വഞ്ചിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവനല്ല. 2ാമതായി ഇതിൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വാത്തിയുല്ലാഹ വ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ വിജിക്കാൻ പാടില്ല. ഫതഫ്ശലു, അപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളെ കാറ്റ് പോയി പോകും, നിങ്ങളെ ശക്തി ക്ഷയിച്ചു പോകും. കാരണം മുസ്ലിം സമുദായം നിങ്ങൾക്ക് മുഖ്യ വിഷയമാണ്. ഈ സാമൂഹിക അന്തരീക്ഷത്തിന്റെ കെമിസ്ട്രിയും തകർക്കപ്പെടാൻ പാടില്ല. ഇവിടെ ഇനിയും പാർട്ടികൾ ഉണ്ടാവട്ടെ, അവർ മത്സരിക്കട്ടെ, ജയിക്കട്ടെ, അതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷേ ഈ സാമൂഹിക അന്തരീക്ഷത്തിലെ മുസ്ലിം സമുദായവും ഇതര സമുദായങ്ങളെ കിടപ്പുവശം, അതിന്റെ ഇരിപ്പുവശം, അതിന്റെ സുന്ദരമായ പോക്കിനെ അപകടത്തിലാക്കുന്ന പണികൾ കേവല വോട്ടിന് വേണ്ടി ചെയ്യുന്ന അന്യായത്തെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഭിന്നിക്കാതെ ഒന്നിച്ച് ഈ മാർഗം മുന്നോട്ട് പോകണം. വസ്ബിറു, നിങ്ങൾ ക്ഷമാപൂർവ്വം മുന്നോട്ട് പോകണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് സൂറത്തുൽ മാഇദ. അതുകൊണ്ട് നിങ്ങൾ നന്മയുടെ മാർഗത്തിൽ ഒന്നിച്ച് നിൽക്കണം. വതആവനൽ ബിർരി വത്തഖ്വ, പുണ്യത്തിന്റെയും നന്മയുടെ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം. വലാ തആവനൽ ഇസ്മി വൽ ഉദ്വാൻ, ശാസ്ത്രവത്തിന്റെ വെറുപ്പിന്റെ മതത്തിൽ ഒന്നിച്ച് നിൽക്കാൻ പാടില്ല. 3ാമതായി ഈ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കള്ളവാക്കിന്റെയും കള്ളസാക്ഷ്യത്തിന്റെയും ആളുകളായിട്ട് മാറരുത്. കള്ളവാക്കും കള്ളസാക്ഷ്യവും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കള്ളവാക്കുകൾ ചമക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കള്ളസാക്ഷ്യങ്ങൾ ചമക്കുക, അങ്ങനെ അങ്ങോട്ട് പലതും പറഞ്ഞ് ജയിച്ച് നമ്മുടെ ഭാഗം സമർത്ഥിക്കുക. ഒന്ന് മാറി സഹോദര ചിന്തിക്കുക. നീയും നിന്റെ സമുദായവും ഈ മണ്ണിൽ കാലുറപ്പിക്കുന്നിടത്ത് ഈ നിലപാടുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഗുണകരമാവുക, എത്രത്തോളം ദോഷകരമായി മാറും എന്ന് തിരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ, സ്നേഹിക്കുന്നവരെ തിരുത്താൻ കഴിയാതെ ലാത്ത ഉസ്സ മനാത്തമാരെ പോലെ നേതാക്കന്മാരെ കൊണ്ടു നടക്കുന്ന അനുയായികളായ മുസ്ലിം സഹോദരന്മാർ അറിയണം, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. തിരുത്താൻ നിങ്ങൾ ശ്രമിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഖൗലു സൂറിനും കള്ളവാക്കിനും അതുപോലെ തന്നെ ഷഹാദത്തു സൂറിനും കള്ളസാക്ഷിനും നിങ്ങൾ ഇരയാവരുത്. നിങ്ങൾ അതിന്റെ വക്താക്കളാവരുത്. ഹദീസ് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഉനബ്ബിയുക്കും ബി അക്ബറിൽ കബാർ, വൻ പാപങ്ങളെ കുറിച്ച് പഠിപ്പിക്കട്ടെയോ? വൻ പാപങ്ങൾ, നരകത്തെ ഭയപ്പെടുന്ന ആളുകളാണല്ലോ. അലാ ഉനബ്ബിയുക്കും ബി അക്ബറിൽ കബായിർ, വൻ പാപങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരട്ടെയോ? കുൽനാപ്പ സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ബലാ യാ റസൂലുള്ളാഹി, പഠിപ്പിച്ചു തരണം. കാല റസൂൽ പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് 1, വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കലാണ് 2. എന്നിട്ട് വക്കാന മുത്തഖിയൻ ഫജലസ, റസൂൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു, ഈസി സിറ്റിംഗ്, ചാരിയിരിക്കുക. അവിടെ നിന്ന് എഴുന്നേറ്റ് ഫജലസ, ഒന്ന് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു ഫഖാൽ, എന്നിട്ട് പറഞ്ഞു അലാ, നിങ്ങൾ അറിയണം. 3ാമത് ഖൗലു സൂരി വ ഷഹാദത്തു സൂർ, ഖൗലു സൂരി വ ഷഹാദത്തു സൂർ, കള്ള വാക്ക് പറയലും കള്ളസാക്ഷ്യം വഹിക്കലുമാണ്. അതാണ് വൻപാപങ്ങൾപ്പെട്ട 1. ഷിർക്ക് വൻപാപമായതുപോലെ, മാതാപിതാ ദ്രോഹിക്കൽ വൻപാപമായതുപോലെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ ചമക്കുന്ന കള്ളങ്ങളും നിങ്ങൾ ചമക്കുന്ന കള്ളസാക്ഷ്യങ്ങളും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ കോടതി ഇറക്കാൻ വേണ്ടി നിങ്ങൾ കള്ളമൊഴി നൽകലും നിങ്ങൾ കള്ളസാക്ഷ്യം വഹിക്കലും, നിങ്ങൾ സാക്ഷികൾ കൂറുമാറി പ്രതിവാദിയാകുന്ന അവസ്ഥയിൽ നീതി കിട്ടേണ്ടവൻ നീതി കിട്ടാതെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുമൊക്കെ സംഭവിക്കാൻ നിങ്ങളുടെ വാക്കും സാക്ഷ്യവും ഇരയാകുന്നുവെങ്കിൽ നിങ്ങൾ വൻ പാപമാണ് ചെയ്യുന്നത്. അത് നരകത്തിലേക്ക് നിങ്ങളെ നയിക്കും. നമസ്കാര തഴമ്പത്തിന്റെ തിളക്കം മതിയാവില്ലെന്ന്. എന്നിട്ട് റസൂലുള്ളാഹി ഈ പറഞ്ഞ വർത്തമാനം അലാ വ ഖൗലു സൂരി വ ഷഹാദത്തു സൂർ എന്ന് പറഞ്ഞില്ലേ, അത് വീണ്ടും ആവർത്തിച്ചു. അലാ വ ഖൗലു സൂരി വ ഷഹാദത്തു സൂർ, അലാ വ ഖൗലു സൂരി വ ഷഹാദത്തു സൂർ, അലാ വ ഖൗലു സൂരി വ ഷഹാദത്തു സൂർ. റസൂൽ ഇങ്ങനെ ആവർത്തിച്ച് പറയാ, കള്ള വാക്ക് പറയാൻ കള്ളസാക്ഷ്യം വഹിക്കലും. അപ്പൊ സഹാബത്ത് പറയാ, ഫമാസാല യഖൂലുഹാ ഹത്താ ഖുൽതു ലാ യസ്കുത്, റസൂൽ ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയാൻ മാത്രം ഞങ്ങൾ പൊറുതിമുട്ടും. റസൂൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന്. അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക, റസൂൽ ഇങ്ങനെ ആവർത്തിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് ഖൗലു സൂർ, കള്ളവാക്ക് പറയരുത്, കള്ളസാക്ഷ്യവും വഹിക്കരുത്, നീതിപൂർവ്വം നേരും നെറിയും
വിശകലനം ചെയ്തുകൊണ്ട് പറയാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്ത ബോധത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ കാരണം ദാറുൽ ഇഫ്തിയുടെ ഫത്വ നിങ്ങൾ കേൾക്കുക. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം അതുകൊണ്ട് ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ അധികാരമുള്ള ഉത്തരവാദിത്തമുള്ള ഓരോ ആൾക്കും നിർബന്ധമാണ്. ഈ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ ഇലക്ട്രൽ വോട്ട് ചെയ്യണം. പ്രയോഗം തന്നെ ഇലക്ട്രൽ വോട്ടാ, വോട്ടിംഗ് മെഷീൻ എന്ന വിഷയം നിങ്ങൾ കേട്ടത് പുതിയ കാലത്തെ വിധിയാണ്. അവൻ തന്നെ ഇലക്ട്രൽ വോട്ട് രേഖപ്പെടുത്തണം. ഈ നിർബന്ധമായ ബാധ്യത നിർവഹിക്കുന്നവർക്കും പിറകോട്ട് പോകാൻ പാടില്ല. അത് നിർവഹിക്കുന്നത് എങ്ങനെയായിരിക്കണം? വസ്തുനിഷ്ഠപരമായി, സത്യന്തപരമായി, വിശ്വസ്തപരമായി. എന്താ നസിഹ ഫുലാൻ എന്നർത്ഥം? തബാഅദ അൻ കുല്ലി മക്രൂഹ്, എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളും മാറി നിന്നുകൊണ്ട് സ്വസ്ഥമായി നേരെ ചൊവ്വെ ചിന്തിച്ച് അള്ളാഹുവിനെ മുൻനിർത്തി ഈ വോട്ട് വിനിയോഗിക്കണം. ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ ചർച്ചയിൽ വിധികളായിരുന്ന വർത്തമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, സാക്ഷ്യം വഹിക്കേണ്ടുന്ന ഘട്ടം വരുമ്പോൾ പിറകോട്ട് പോകാൻ പാടില്ല. സൂറ അൽ ബഖറ 282. വലാ തക്തുമു ഷഹാദ, നിങ്ങളുടെ സാക്ഷ്യം മറച്ചു വെക്കാനും പാടില്ല. ഇനി സാക്ഷ്യം മറച്ചു വെച്ച് കള്ള വർത്തമാനവും കള്ളസാക്ഷ്യവും വഹിച്ച് യാഥാർത്ഥ്യം മറച്ചു വെച്ചാണ് പോകുന്നതെങ്കിൽ അവന്റെ ഹൃദയം പാപമംഗലമാണ്. വല്ലാഹി മാ തഅമലൂന അലീം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന് അറിയാം. സൂറ അൽ ബഖറ 283. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്നൽ ഇസ്ലാമു ദീനുൽ അമാന, ഇസ്ലാം എന്നുള്ള അമാനത്ത് അർഹരെ ഏൽപ്പിക്കുന്ന ദൗത്യമുള്ള മതമാണ്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? കേവലം നിസ്കാരോ ആരാധനയോ മാത്രമുള്ള ഒരു ഇടമാണ്. നല്ലെന്ന് തെറ്റി, അങ്ങനെയല്ല. അത് അമാനത്ത് അർഹരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്ത നിർവഹണം ഭംഗിയായി കൊണ്ടുവന്ന രാജ്യത്തിന്റെ സ്വാസ്ഥ്യവും ഒരു സംവിധാനത്തിന്റെ സ്വസ്ഥ നിലർത്താൻ വേണ്ടി ശ്രമിക്കുന്ന, ഇടപെടുന്ന അത്തരം കാഴ്ചപ്പാടുള്ള മതമാണ്. അള്ളാഹുവിനുള്ള അമാനത്ത് പൂർത്തീകരിക്കണം. ജനങ്ങളോട്, നമ്മോട് തന്നെയുമുള്ള അമാനത്ത്. അതിന്റെ എല്ലാ രൂപങ്ങളും ഭംഗിയായി നിർവഹിക്കണം. എല്ലാ മാർഗവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഓതി വെച്ച ആയത്തതാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിശ്ചയം അല്ലാഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ അമാനത്ത് അർഹരായ ആളുകളെ ഏൽപ്പിക്കണം. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തന്നെ ഏൽപ്പിക്കണം. അത് ഭംഗിയായി നിർവഹിക്കണം. അതിൽ വഞ്ചന പാടില്ല. വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വഞ്ചിക്കരുത്. നിങ്ങൾ ഏൽപ്പിക്കട്ടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്തും വഞ്ചന പാടില്ല. കാര്യങ്ങൾ അറിയുന്നവരാണെങ്കിൽ, അതുകൊണ്ട് ആരെങ്കിലും അതിൽ വഞ്ചന കാണിച്ചാൽ ഇബ്നു തൈമിയ്യ പറയുന്നു, ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന്റെ മക്കൾ, തന്റെ കുടുംബക്കാർ, തന്റെ ആൾക്കാർ, തന്റെ ഇഷ്ടക്കാർ എന്ന് പരിഗണിച്ചാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ, അർഹമല്ലാത്ത ഒന്ന് അനർഹരാണ് ഏൽപ്പിക്കുന്നെങ്കിൽ, അവൻ തന്റെ അമാനത്തിനെ വഞ്ചിച്ചവനായി തീരും. സഹോദരന്മാരെ, പക്ക രാഷ്ട്രീയമാണ് പറഞ്ഞത്. രാഷ്ട്രീയ മതത്തിന്റെ പുറത്തുനിന്ന് കരുതുന്നവർ ഇനിയെങ്കിലും പഠിക്കുക. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. സമുദായത്തിന്റെ നിലനിൽപ്പും മുസ്ലിം മതത്തിന്റെ മുഖ്യ വിഷയമായി കാണുന്നിടത്ത് ഒരു നാട്ടിൽ ജീവിക്കുന്ന മുസൽമാന് ആ നാട്ടിന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ മതപരമായ വിഷയമായിട്ട് മാറും. അത്ര കൃത്യമാണ് ഇസ്ലാം. ഈ ആയാത്തുകളും ഹദീസും ഇനിയും പഠിക്കാം. സമയത്തിന്റെ പരിമിതിക്ക് ധൃതിയിൽ പറഞ്ഞു പോയതാ. എല്ലാ മുൻവിധികളും മാറ്റിവെക്കുക. നമുക്കാരോടും വെറുപ്പില്ല. നമുക്ക് നമ്മുടെ നിലനിൽപ്പാണ് പ്രശ്നം. ഈ രാജ്യമാണ് പ്രശ്നം. ഇത് നമ്മുടെ രാജ്യമാണ്. നാം കാലു നിൽക്കുന്ന മണ്ണാണ്. ഈ രാജ്യത്ത് സംഘപരിത്തിന് ശേഷവും മുസൽമാന്മാർ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മുൻഗാമികൾ നിർണായകമായ ഘട്ടങ്ങളിൽ രാജ്യത്തെ നേടിയെടുക്കാൻ, വിമോചിപ്പിക്കാൻ രംഗത്തിറങ്ങി ആത്മാഹുതി, രക്തസാക്ഷിത്വം നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ, അവർ ജീവൻ നൽകിയിട്ടുണ്ട് എങ്കിൽ, അതുപോലെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോയി ഈ നാട്ടിന്റെ സ്വാസ്ഥ്യം തിരിച്ചെടുത്ത് കൃത്യമായ നിലപാടിൽ ജീവിക്കേണ്ടവരാണ്. അത്രയും കൃത്യമായ അമാനത്ത് നിർവഹിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ അമാനത്ത് നിർവഹണത്തിന്റെ മാർഗത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല. അത് വഞ്ചനയാണ്. നമ്മുടെ കൊടികൾക്കോ പാർട്ടികൾക്കോ അതിലിടമില്ല. നമ്മുടെ തീരുമാനം ഇസ്ലാമികമായ കണ്ണും കാതുമുള്ള തീരുമാനമായിരിക്കണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശരിയായ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉതകണം. ഈ നാടിന്റെ സ്വാസ്ഥ്യം തിരിച്ചു കിട്ടാൻ കാരണമാകണം. അവിടെ അതിന് ഉതകുന്ന ഏറ്റവും നല്ല തീരുമാനങ്ങൾ കവിയും അമീനുമായ ആളുകളെ രംഗത്തെത്തിച്ചുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കണം.
നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും കൃത്യതയുള്ള നിലപാടുകാർ നമ്മുടെ മുമ്പിലില്ല. മുസ്ലിം സമുദായത്തെ ഇവരെ രക്ഷിക്കാൻ പോകുന്നില്ല. നമുക്കത് ശരിക്കറിയാം, അനുഭവങ്ങൾ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് നിലപാടുകൾ ഉണ്ടാവണം. ഇസ്ലാമികമായ അമാനത്തുകളെ ഭംഗിയായി ഏറ്റെടുത്ത് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഇവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തമ്പുരാൻ ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകുമാറാവട്ടെ. നമ്മൾ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا رب.